എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എല്ലാവർക്കും? ഇന്ന് വിചാരിച്ചിരിക്കാതെ ഒരു അവധി കിട്ടി അല്ലേ? അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്കൊരു സമയം കിട്ടി. ഓക്കെ. പക്ഷെ എന്താ അറിയോ, എന്നെ പോലത്തെ വീട്ടമ്മമാർക്ക് ഈ അവധി വരുന്ന ദിവസം പണി കൂടുതലാണ്. കാരണം വീട്ടുകാരുടെ ഡിമാൻഡ്സ് ഒക്കെ കൂടും. ഞാൻ എന്തിനാ ഈ ആദ്യമേ ഇങ്ങനെ ചിറ്റാറ്റ് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കേൾക്കാൻ വരുന്നവരുടെ മനസ്സൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ ആൽഫബറ്റ്സ് വെച്ചിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ റീഡിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. റെസ്പോൺസ് നോക്കിയതിൽ നിന്നും എനിക്ക് തന്നെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരുപാട് പേർക്ക് അത് റെസനേറ്റ് ആയി എന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഉറപ്പായിട്ട് അറിയാവുന്നവർക്കും കൂടി അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നല്ലേ. അപ്പോൾ അതും കൂടി ഞാൻ ആൽഫബറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തു തരാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, പൂർണ്ണമായിട്ടും പോസിറ്റീവ് റീഡിംഗ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആൽഫബറ്റ് വെച്ചിട്ട് ഇന്നലെ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ ആൽഫബറ്റ് വെച്ചിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എനി കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ പാരൻസ് ആവട്ടെ, സ്പൗസ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, വേറെ എന്ത് തരം കരിയർ ആവട്ടെ, എന്ത് തരം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ഇത് നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കാം. ഇന്നലത്തെ പോലെ തന്നെ 4-5 കാർഡ് വീതം എടുക്കുള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ഒരു പോസിറ്റീവ് റിസൾട്ട് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക. തുടങ്ങാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം ABCDEF മുതലായ ആൽഫബറ്റ്സ് ആണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. അവരുടെ കറണ്ട് എനർജി എന്താണ്, അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാകുമോ എന്നും എനിക്കറിയണം. ആദ്യം തന്നെ കറണ്ട് എനർജി കണക്ട് ചെയ്ത് തരൂ. മൈ വ്യൂവേഴ്സ് പേഴ്സൺസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ ABCDEF. Will there be, what are the current energies and will there be any next action from their side? First give me the current energies please. Divine, please guide. Divine, please guide. എടുക്കുകയാണേ. 6 of Pentacles, 2 of Pentacles, Knight of Swords, Ace of Cups, 9 of Pentacles and 4 of Swords. 4 of Swords തീർച്ചയായിട്ടും അവിടെ വരേണ്ട കാർഡ് തന്നെയാണ്. സ്ട്രെസ്സാണ്, നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാർഡ്സ് കിട്ടിയത് വെച്ചിട്ട് കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന സോഡിയാക്സ് ഏതാണെന്ന് വെച്ചാൽ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് മനസ്സിൽ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുന്നതാണ്. അത് നമുക്ക് തന്നെ അറിയാം അല്ലേ, ഓരോന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതേപോലെ അവർക്ക് തോന്നുന്നുണ്ട് അവരിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ, കാരണം നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും അറിയാം. അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, രണ്ടിൽ ഒന്ന് ചൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുകയാണ്. അവർക്ക് തോന്നുന്നത് അവരിപ്പോൾ പെട്ടുകിടക്കുന്ന റിലേഷൻ ഉണ്ടല്ലോ, അതിൽ അവർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ല. ഒരാൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, മറ്റേ ആൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഇവർ വിചാരിക്കുന്നു ഇവരെന്ത് ചെയ്തിട്ടും അവർ മറ്റേ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു അപ്രിസിയേഷൻ ഇവർക്ക് കിട്ടുന്നില്ല. എന്തിനാണ് ഈ റിലേഷനിൽ നമ്മളിങ്ങനെ തുടർന്ന് പോകുന്നത് എന്നവർ ചിന്തിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഒരു ഫൈനലായിട്ടൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അതേപോലെ ഹൈലി പാഷനേറ്റ് ആയിട്ട് ഒരു ഇമ്പൾസീവായിട്ട് തന്നെ ഒന്നും ആലോചിക്കേണ്ട മുന്നോട്ട് പോകാം. കാരണം നിങ്ങളോട് അവർക്ക് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ
ഒന്നും ആലോചിക്കാണ്ട് മുന്നോട്ട് പോയാൽ എന്താ എന്ന് വളരെ പ്രോമിനൻ്റ് ആയിട്ട് തന്നെ അവർ ഈ നിമിഷം അവർക്ക് ഫീലിംഗ് ഉണ്ട് കേട്ടോ. അതേപോലെ അവർക്ക് തോന്നിയിരുന്നു നിങ്ങളുടെ അടുത്ത് ഒന്ന് വിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ നിങ്ങൾ ആകെ തകർന്നു പോയി എല്ലാം നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുമെന്ന് വിചാരിച്ച് നിന്നവിടെ നിങ്ങൾ ഒരു ഭയങ്കരമായിട്ടൊരു മാറ്റം നിങ്ങളിൽ തന്നെ ഉണ്ടാക്കി. അതായത് നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്യാൻ പഠിച്ചു, നിങ്ങൾ സ്വയം ഹീല് ചെയ്യാൻ പഠിച്ചു, അത് നിങ്ങൾ സ്വയം സമ്പാദിക്കാൻ തുടങ്ങി കാണും, നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്തതാണ്, നിങ്ങളുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്ത് കാണും, ഒരു മുടി ഒന്ന് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ അപ്പിയറൻസ് തന്നെ നിങ്ങൾ മാറ്റി ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിൽ വരുന്നതായിട്ട് ഇവർ കണ്ടു. ഇവർക്കത് ഒരുപാട് അത്ഭുതമുണ്ടാക്കി. നിങ്ങൾക്ക് ഇങ്ങനൊരു സൈഡ് ഉണ്ട് എന്ന് അവർ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് അവരുടെ മനസ്സിലുള്ള സ്നേഹം കൂട്ടിയതേ ഉള്ളൂ. ഇവർ രാത്രി മുഴുവൻ ഉറങ്ങാറില്ല, ആലോചിച്ച് കിടക്കുകയാണ്. ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണം എന്നാലോചിക്കുന്ന ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഇവരിപ്പോൾ. ക്ലാരിഫൈ ദീസ് കാർഡ്സ്, ഗിവ് മീ 2 or 3 more cards to show the current situation. Will they be able to come out of this? Will there be an action from their side? ഒരു ആക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദ വേൾഡ് കാർഡും 6 of Swordsഉം ഒരു കാർഡ് കൂടെ എടുക്കാം, ദ ഫൂൾ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ പലരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. ഇത് ഞാൻ നേരത്തെയും 2 ദിവസമായിട്ട് ഈ കാർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വെള്ളം നിറയെ സ്ഥലത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഓക്കെ, എന്താ പറയുക, കടൽ, കായൽ ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്, ഒരുപാടുണ്ട് വെള്ളം കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ചിലരൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ ആയിരിക്കാൻ സാധ്യത, കാരണം വെള്ളം കാണുന്നുണ്ട്. അതേപോലെ ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്നും ദൂരെ ആയിരിക്കും ഇവർ താമസിക്കുന്നത്. വന്നു മാത്രമേ നിങ്ങളെ കാണാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. എന്നും കാണുന്നത് അവർക്ക് പോസിബിൾ അല്ല. പക്ഷെ വരുമ്പോൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ അവർ ആ സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാം, എല്ലാം ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചിട്ട് മുന്നോട്ട് തന്നെ പോകാം എന്ന്, കെയർ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാമെന്നവർ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് എസ്പെഷ്യലി എബ്രോഡ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്കാണ് ഇന്ന് കാണുന്നത് കേട്ടോ. ഇവർ നിങ്ങളുടെ അടുത്തേക്ക് യാത്ര ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെ പ്രതി ഇവരൊരു മെസ്സേജ് വല്ല അയക്കുമെന്നും കൂടെ നമുക്ക് നോക്കാം. ഈ യാത്രയെ പ്രതി എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ എൻ്റെ വ്യൂവേഴ്സിന് വരാൻ സാധ്യതയുണ്ടോ? ഈ യാത്രയെക്കുറിച്ച് എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും എൻ്റെ വ്യൂവേഴ്സിന് ഇവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടോ? ആകെ ടയേർഡായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ക്ഷീണമാണ്, വർക്ക് ലോഡ് കാണണമായിരിക്കും. ഒരു ഈക്വൽ ബാലൻസിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെയും ഇമോഷൻസ് തന്നെയാണ്, അവിടെയും വെള്ളം കണ്ടോ ആ കാർഡിൽ. ഒരു ഈക്വൽ ബാലൻസിലേക്ക് എത്തണം, അതായത് അവരൊരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം അവരൊരു ബാലൻസിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാനായിട്ട് അവർ വരുന്നുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആസ് ഇറ്റ് ഈസ് ഒരു മെസ്സേജ് ഒന്നും വരുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ചിലപ്പോൾ നേരിട്ട് തന്നെ എത്തും, കാരണം യാത്രയാണ് അവിടെ കാണുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്താമെന്ന് പറയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെയോ അവരുടെയോ പാരൻസ് ആവാം, അവർ മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ് ആവാം, അല്ല കരിയറാണ് അവിടെ തേർഡ് പാർട്ടി ആയിരുന്നെങ്കിൽ അതാവാം, അല്ല ഫ്രണ്ട്സോ ബ്രദർ സിസ്റ്റർ നിയർ റിലേഷൻസ് ആര് വേണമെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരാം. അവരിൽ നിന്നും മാറി നിങ്ങളുടെ അടുത്തേക്ക് തീരുമാനവുമായിട്ട് വരുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. കേസ് ബൈ കേസാണ്, എല്ലാവർക്കും ഇത് നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. രാശികൾ ഞാൻ ഏകദേശം പറഞ്ഞിരുന്നു. ആ രാശിയിലുള്ളവരും ഈ ആൽഫബറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരും ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കൂടുതലായും ഈ ഒരു ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, വോൺസിൻ്റെ എനർജി ഞാൻ പറഞ്ഞില്ലല്ലോ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് രാശികൾ ഞാൻ ഇനി മുതലൊരു കാര്യം ചെയ്യാം, ഏറ്റവും ലാസ്റ്റിൽ പറയാം. അപ്പോൾ എല്ലാ കാർഡ്സും ഒന്നിച്ച് വരുമല്ലോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം,
ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ് ധനുരാശി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഫൂൾ വെച്ചിട്ട് ഏരീസ് മേടരാശിയും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വേൾഡ് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു രാശി പറയാനില്ല അവിടെ. നമ്മൾ ഒരു രാശിയായിട്ട് അത് പറയാറില്ല കേട്ടോ. റിലേറ്റഡ് നമ്പേഴ്സ് പറയാം. 6, 2, 9, പിന്നെ 21, വേറെന്താ 14, 10 കുറേ കാണുന്നുണ്ട്. 4 കുറേ കാണുന്നുണ്ട് കേട്ടോ. 4 നമ്പർ 1 ആയിരിക്കാം. ഈ ബർത്ത് ഡേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കൂട്ടിയിട്ട് വരുന്നതും എടുക്കാം കേട്ടോ. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നമ്പർ 12 ആണെന്ന് വിചാരിക്കൂ. നിങ്ങളുടെ പേഴ്സണൽ നമ്പർ 3 എന്നുമായിട്ട് 1+2 ചെയ്യുമ്പോൾ 3 വരുമല്ലോ. 3യും റിലേറ്റഡ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഇതിൽ ഡേറ്റ് ഓഫ് ബർത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡേയോ ഡേറ്റോ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ രാശികളും ഇതാണ്. ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. ഇനി ജി മുതൽ എൽ വരെയുള്ളവർക്ക് GHIJKL ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ പേരിൻ്റെ ആൽഫബറ്റ്സ് GHIJKL തുടങ്ങുന്നതാണ്. അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്? ഇവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഇവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ആദ്യം അവരുടെ കറണ്ട് എനർജി കാണിച്ചു തരും. My viewers person's alphabet's name. Alphabet starts with GHIJKL. Please guide me on what is the current energy and will there be any action from their side? Please give me the current energy first. Please give me the current energy first. Please help. എടുക്കാണേ. 3 of Pentacles, naturally third party situation ആണല്ലോ. 2 of Wands, 10 of Wands, Ace of Cups. Oh, 2 of Cups. Wow. Last card, bottom of the deck വന്നിട്ട് the Sun. Very good. ഈ ഗ്രൂപ്പുകാർ ഇന്ന് കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, കാരണം നിങ്ങളുടെ ആൽഫബറ്റ്സ് മാത്രം ഫോർവേഡ് ചെയ്ത് കാണുന്നുണ്ടാവും, അതുകൊണ്ട് അത് വീണ്ടും പറയുന്നത്. ഈ ആൽഫബറ്റ്സ് ആണ്, അതായത് GHIJKL വരെയുള്ള ആൽഫബറ്റ്സ് ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. തേർഡ് പാർട്ടി പറയുമ്പോൾ പാരൻസ് ആവാം, സ്പൗസ് ആവാം, വേറെ എന്തോ ആവാം. നിങ്ങളുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന വേറെ എന്തോ ആവാം കേട്ടോ. ആ സിറ്റുവേഷനിൽ ഇവരുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കിയാൽ അവർ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ലോങ് ഡിസ്റ്റൻസ് ആണ്. അവർ ഇപ്പോൾ ഉള്ള അവരുടെ ബന്ധത്തിൽ എക്സോസ്റ്റഡ് ആണ്. അവർക്ക് മതിയായിട്ടിരിക്കുകയാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, ഏത് തരം തേർഡ് പാർട്ടി ആയാലും അവർക്ക് അവിടെ മതിയായിട്ടിരിക്കുകയാണ്. കാരണം ആ തേർഡ് പാർട്ടി ഇവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നു. ഇമോഷണലി, ഫിസിക്കലി ഒരുപാട് കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അവർ വളരെയധികം തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം കേട്ടോ. നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ഇവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത് ദി സ്റ്റാറാണ്. ഞാൻ സണ്ണെന്നാണ് നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു. സോറി, ഇത് സ്റ്റാറാണ്. സ്റ്റാർ ആയാലും അത് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. ഓക്കെ, ഇമോഷണൽ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം കേട്ടോ. നിങ്ങളാണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന് തന്നെയാണ് അവർ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലാരിഫിക്കേഷനും കൂടെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് രാശി പറയാമേ. ഡിവൈൻ, പ്ലീസ് ഗിവ് മീ a little more guidance in this regard. What is the next action expected from these people? ഇവരുടെ അടുത്തുനിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കാം? 4 of Cups നിങ്ങളെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇവരൊരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഒരു ക്വീൻ ഓഫ് സോർട്സിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ഇവരുടെ അമ്മയോ വൈഫോ ആരെങ്കിലും ആയിരിക്കാം. എസ്പെഷ്യലി ഫാമിലി എന്ന് തന്നെ എടുത്തോളൂ. ഓക്കെ, ഒരു ഫാമിലി ഇൻ്റർഫിയറൻസ് ആണ് അവിടെ മെയിനായിട്ട് കാണുന്നത്. ഒരു ലേഡിയാണ് അവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ആ ഇൻ്റർഫിയറൻസ് മൂലം ഇവർ അറ്റ് പ്രസൻറ്റ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ വഴക്ക് പറയുമോ എന്നൊക്കെ ഒരു പേടിയും ഇവർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയും ഇവർക്കുണ്ട്. പക്ഷേ അവർ ആ പേടി തരണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഒരു ഈക്വൽ ഗീവ് ബാലൻസിൽ എത്തണം എന്നിവർ ആലോചിക്കുന്നുണ്ട്. ഇവർ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇവരും ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. ഇവരെ ഒരു ഡിവൈനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു ഇമോഷനിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിന് ദൈവാനുഗ്രഹം നല്ലപോലെ തന്നെ ഉണ്ട്. അതേപോലെ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജൊക്കെ അയക്കുന്ന കാര്യം ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. പ്രോബബ്ലി ദേ വിൽ സ്റ്റാർട്ട്. അവർ തുടക്കം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടായിരിക്കണം. അൺഎക്സ്പ്രസ്ഡ് ഫീലിംഗ് ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നിവർ നിങ്ങളെ അറിയിക്കും. അതെങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്തകളിലാണ് ഇവരിപ്പോൾ. എന്ത് പറയാം, എങ്ങനെ മെസ്സേജ് അയക്കാം, നിങ്ങളെ കാണണം എന്ന് ഉറപ്പായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ഈ ക്വീൻ ഓഫ് സോർട്സിനെ മറികടന്ന്, ആ എതിർപ്പിനെ മറികടന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ആൽഫബറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. വോൺസിൻ്റെ എനർജി വളരെ കൂടുതലായിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതും വളരെ കൂടുതലായിട്ട് തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശിക്കാർ ഏറ്റവും കൂടുതൽ. അതേപോലെ ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനുരാശിക്കാരും ഇതിൽ വളരെ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ്. അടുത്ത ഗ്രൂപ്പുകാർ എം മുതൽ എസ് വരെ. MNOPQRS. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം ഈ ആൽഫബറ്റ്സ് ആയിരിക്കണം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആൽഫബറ്റ്സ് MNOPQRS തുടങ്ങിയ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. അവരുടെ അടുത്തു നിന്നുള്ള കറണ്ട് എനർജി എന്താണ്, അതേപോലെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് എനിക്കറിയണം. ആദ്യം കറണ്ട് എനർജി കാണിച്ചു തരും. മൈ വ്യൂവേഴ്സ് പേഴ്സൺസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് ആൽഫബറ്റ്സ് MNOPQRS. വാട്ട് ഈസ് ദർ കറണ്ട് എനർജി ആൻഡ് what are the actions expected from them? Please connect me to their current energies right now. Please help. ഫസ്റ്റ് കാർഡ് തന്നെ നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇപ്പോൾ അല്ലേ. 8 ഓഫ് കപ്സ്, ചാരിയറ്റ്, 4 ഓഫ് സ്വാർഡ്സ്, ഹാങ്ഡ് മാൻ, എംപ്രസ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കായിരുന്നു എംപ്രസ്. എംപ്രസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ പ്രതി അവർ എത്രമാത്രം അട്രാക്റ്റഡ് ആണെന്ന്. അതായത് നിങ്ങളെപ്പോലെ എലഗൻ്റ് ആയിട്ടുള്ള സ്വഭാവശുദ്ധിയുള്ള എന്ന് വെച്ചാൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ഇവർ വേറെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവർ നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇവരുടെ ലൈഫിലുണ്ടെങ്കിൽ ഇവർക്കെല്ലാം കിട്ടിയതുപോലെയാണ്. നിങ്ങളെപ്പോലെ ഇവരെ കെയർ ചെയ്യാനും ഇവരെ സ്നേഹിക്കാനും ഇവരുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും വേറെ കൊണ്ടിരിക്കില്ല എന്നാണ് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇവർ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ചെങ്കിലും വിട്ടു നിന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും വിട്ടു നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. കാരണം അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ടോട്ടലായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാത്ത, ഉറങ്ങാത്ത രാത്രികളാണ് ഇവർക്ക് കൂടുതലായിട്ടും. ഓക്കെ, എന്നും ഓവർ തിങ്കിങ് തന്നെയാണ്. നിങ്ങളെ പിരിഞ്ഞ് അവർ ഹാപ്പി ആയിട്ടൊന്നും അല്ല അവിടെ ജീവിച്ചിരുന്നത്. അവർ വോക്ക് അവേ ചെയ്തിരുന്നു. നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ വോക്ക് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ചിന്തകളിൽ ഒരു മാറ്റം വന്നു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവർക്ക് മറക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർ ആലോചിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരണം, ഒരു അപ്പോളജിയുമൊക്കെ ആയിട്ട്, ഒരു സോറിയൊക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരണം. അത് ഒരു ഉറച്ച തീരുമാനമായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ചാരിയറ്റ് എന്ന് പറയുന്നത് ഇവർ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ഉള്ളവരായിരിക്കണം. അതായത് യൂണിഫോം ധരിക്കേണ്ടതായിട്ട് ആവശ്യമുള്ള ഒരു ജോബ് ചെയ്യുന്ന ആളായിരിക്കണം. അതൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാരിയറ്റിൻ്റെയൊക്കെ ക്ലിയർ എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അവിടെ കറക്റ്റായിട്ട് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ എംപ്രസിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ അടുത്ത വീഡിയോസിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടാണ് മുന്നോട്ട് വരുന്നത് കേട്ടോ. കാരണം അവർക്ക് മതിയായി, സ്ട്രെസ് എടുത്തും ഈ സ്റ്റക്ക് സിറ്റുവേഷനും മതിയായി, മുന്നോട്ട് വരണം എന്നുള്ള ചിന്ത തന്നെയാണ് ഇപ്പോൾ. ക്ലാരിഫൈ ദ ചാരിയറ്റ് ആൻഡ് ദി അതർ കാർഡ്സ്. വിൽ ദെയർ ബി എനി ആക്ഷൻ from their side in your future? Will there be any action from their side in your future? ഇവിടെ തേർഡ് പാർട്ടി പാരൻസ് ആവാം, സ്പൗസ് ആവാം, ഫ്രണ്ട്സ് ആവാം, കരിയർ ആവാം, എന്തുമാവാം കേട്ടോ. സ്പെസിഫിക്കലി ഒരു സ്പൗസ് എന്ന് ഞാൻ പറയില്ല. ഏസ് ഓഫ് വോൺസ്, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ, ഒരു പുതിയ തുടക്കം വേണമെന്നവർ തീർച്ചയായും ആലോചിക്കുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ, ഒരു സിറ്റുവേഷൻ മൂലം നിങ്ങളിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, വിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അവർ വോക്കവേ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. അത് മാറി ആ കാലചക്രം തിരിഞ്ഞ് ഒരു ഗുഡ് ലക്കിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു നല്ല മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവും. കിങ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് എനിക്ക് എടുത്തേ പറ്റൂ. എന്താണെന്നറിയോ? ഇറ്റ് ഈസ് 9 ഓഫ് പെൻറ്റിക്കിൾസ്. എന്തുകൊണ്ടറിയോ ഇവരിൽ ഈ മാറ്റം വന്നത്? നിങ്ങളിൽ തന്നെ ഉണ്ടാക്കിയ പോസിറ്റീവ് ചേഞ്ച്. നിങ്ങൾ നേരത്തെ വെച്ചാൽ ഇമോഷണലായിരുന്നു. എംപ്രസ് പറയുമ്പോൾ ഓവർ മദർലി, ഓവറായിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള ഒരു ക്യാരക്ടർ ഇല്ലേ, എന്ന് വെച്ചാൽ അവരെ ഫോക്കസ് ചെയ്തായിരുന്നു നിങ്ങളുടെ ലൈഫ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നു, അവരെ ഫോളോ ചെയ്യുക, അവരെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവരെ മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുക, അതായിരുന്നു നിങ്ങൾ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും കേട്ടോ. നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോഴും അയ്യോ ഇവർ കഴിച്ചോ, ഇവർ ഉറങ്ങിയോ, എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തയായിരുന്നു ഫുൾ ടൈം. അതിൽ നിന്നും മാറി ഇവർ വോക്കവേ ചെയ്തപ്പോൾ നിങ്ങൾ തകർന്നു പോകുമെന്നൊക്കെ ഇവർ വിചാരിച്ചു. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേറ്റ് ഒരു സെൽഫ് ലവ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി, ഒരു വളരെ കോൺഫിഡൻസോടെ നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടാവും, നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങി, നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങി. സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അതിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ആ മാറ്റം ഇവരെ അതിശയിപ്പിച്ചു, ഇവർക്ക് അപ്രിസിയേഷൻ ഉണ്ടാക്കി. ആ അപ്രിസിയേഷൻ വീണ്ടും ആ പഴയ സ്നേഹം പുറത്തു കൊണ്ടുവന്നു എന്നാണ് കാണിക്കുന്നത്. ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രോച്ച് ഉണ്ടാവും. മിക്കവാറും ഇവർ നേരിട്ട് വന്ന് നിങ്ങൾ കാണുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ഒരു മെസ്സേജ് വരും, അതും കൂടെ നോക്കാം. Will there be any message from their person in this regard? Will there be messaging them or meeting them? Will there be മെസ്സേജാണ് കാണുന്നത്. 2 കാർഡ് വീണു കേട്ടോ. ഇവർ നിങ്ങളെ പ്രതി പൊസസീവാണ്, കുറച്ച് ഇൻസെക്യൂറാണ്. എന്താ അറിയോ, നിങ്ങളിവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടി അവർക്ക് വന്നു. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളിവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടി അവർക്ക് വന്നു. നിങ്ങളെ പ്രതി പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. 8 ഓഫ് വോൺസ് വെച്ചിട്ട് സ്പീഡി കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത് കേട്ടോ. നിങ്ങളവരെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതും എന്താണ്, രാശിയും നമ്പേഴ്സും ക്യുക്കായിട്ട് പറയാം. ആ രാശി കേൾക്കണ്ടാത്തവരെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. കാരണം രാശി പലരും ആവശ്യപ്പെടുന്നുണ്ട്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഫോർവേഡ് വീഡിയോ, അവിടെ എത്തുമ്പോൾ ഫോർവേഡ് ചെയ്ത് കണ്ടോളൂ. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം,
ചാരിയറ്റാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ, കർക്കിടക രാശി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ രാശിയും തന്നെ സമാനമായിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് കർക്കിടക രാശി. എംപ്രസ് ടോറസ് രാശിയും വളരെ കൂടുതലായിട്ട്, ഋഷഭരാശി, ഇടവം അതും കുറേ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഹാങ്ഡ് മാൻ വെച്ചിട്ട് പൈസസും മീനരാശിയും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. എല്ലാ രാശിയും ഞാൻ പറഞ്ഞല്ലോ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് എല്ലാ രാശിയും തന്നെ ഉണ്ട്. കർക്കിടക രാശി കൂടുതൽ എടുത്തോളൂ, മീനരാശി കൂടുതൽ എടുത്തോളൂ, ഇടവ രാശി കുറച്ച് കൂടുതലായിട്ട് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് 3കാർക്കുള്ള. ഇതിൽ അവസാന ഗ്രൂപ്പുകാർ TUVWXYZ. ഓക്കെ, ഈ ഗ്രൂപ്പുകാർക്കുള്ളതാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. അവരുടെ പേരിൻ്റെ ആദ്യ ആൽഫബറ്റ് TUVWXYZ. ആ സിറ്റുവേഷനിൽ അവരുടെ കറണ്ട് എനർജി എന്താണ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും കാണിച്ചൊരു. ആദ്യമായി അവരുടെ കറണ്ട് എനർജി ഒന്ന് കണക്ട് ചെയ്ത് വരും. പ്ലീസ് ഗൈഡ് മീ വിത്ത് കറണ്ട് എനർജി. അവർ അജിറ്റേറ്റഡ് ആണ്. പ്ലീസ് ഗൈഡ് മീ വിത്ത് ദർ കറണ്ട് എനർജി. പ്ലീസ് ഗൈഡ് മീ വിത്ത് ദർ കറണ്ട് എനർജി ഫസ്റ്റ്. എടുക്കണേ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, അജിറ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ. ജഡ്ജ്മെൻറ്റ്, 5 of cups, 5 of pentacles, king of cups, page of pentacles, bottom of the deck കേട്ടോ. ഇവർക്ക് മനസ്സിൽ ഒരുപാട് സ്നേഹമാണ് കാണുന്നത്, ഞാൻ അതുപോലെ പറയും കേട്ടോ. മനസ്സിൽ ഒരുപാട് സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ ആക്ഷൻ ഒന്നും എടുക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. വളരെയധികം സാഡാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങളുമായിട്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ടോ. ഒന്നുകിൽ ഇവരുടെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമുണ്ടായിരിക്കില്ല, അതിൻ്റെ ചികിത്സാ കാര്യങ്ങൾ, അതിന് പണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് കാണണം, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ നൈറ്റ് ഓഫ് സ്വാർഡ്സ് വെച്ച് ഇവർ ഓവർലി അംബീഷ്യസ് ആണ്, അതും ഉണ്ട് കേട്ടോ. അത് വെച്ചാൽ ഇവരുടെ ലൈഫിലാണ് ഇവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. സ്വയം ഫോക്കസ് ചെയ്യുക പറയില്ലേ. നിങ്ങളുടെ അടുത്ത് പാഷനേറ്റ് ആണെന്ന് ചോദിച്ചാൽ ആണ്, സ്നേഹമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കുറച്ച് കൂടുതലായിട്ട് സ്വന്തം കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ബാക്ക് ഓഫ് ദി മൈൻഡ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഓൺലൈൻ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ വേറെ അബൌട്ട്സ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നെല്ലാം ഇവർ നോക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രയർ ഗ്രൂപ്പിലോ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ വെച്ച് സ്ഥിരം കാണുന്ന ആൾക്കാരായിരിക്കാം. കാരണം ഏഞ്ചൽ ഗൈഡൻസ് കാണുന്നുണ്ട്. അതേപോലെ ഇവർ ഒരു അഡ്വക്കേറ്റോ ഡോക്ടറോ ഒരു ഹീലറോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ അടുത്ത് 4 പേരെ കൺസൾട്ട് ചെയ്യാൻ വരാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവരിയ്ക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ ചിലപ്പോൾ ഇവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞു കാണാൻ സാധ്യതയില്ല കേട്ടോ. പല കാര്യങ്ങളിൽ പെട്ട് ഇവർ കിടക്കുകയാണ്. ഹൂ ഇസ് ദ തേർഡ് പാർട്ടി ഹിയർ? I don't get to see the third party here. Who is the third party here, Divine? Please tell me, who is the third party here? ന്യൂ ബിഗിനിങ് ആണല്ലോ കാണുന്നത്. പോരാ, എനിക്ക് 2-3 കാർഡ് കൂടെ വേണം. Ace of Pentacles. ഓക്കെ, കിട്ടി.
ഫാമിലി ഈസ് ദ തേർഡ് പാർട്ടി ഹിയർ. തേർഡ് പാർട്ടി ആരാന്നാണ് ഞാൻ ഡിവൈൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അത് കാണിച്ചു തന്നത് ഫാമിലിയാണ്. അവിടെ തേർഡ് പാർട്ടി, ഇതിൽ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ചിലരെങ്കിലും ഫോർവേഡ് ചെയ്ത് കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ പാരൻസ് ആവാം, സ്പൗസ് ആവാം, നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി, ബ്രദർ സിസ്റ്റർ, അങ്ങനെ ആരും ആവാം കേട്ടോ. അവിടെ ഫാമിലിയാണ് ഒരു തടസ്സമായിട്ട് വരുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഒക്കെ അവർ ആലോചിക്കുന്നുണ്ട് തീവ്രമായിട്ട് തന്നെ. ഡെത്ത് എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ക്ലോസ് ചെയ്ത് പുതിയ ഒരെണ്ണം തുടങ്ങുന്നതാണ്. ചിന്തകളിലേ ഉള്ളൂ, ആക്ഷൻ വരുന്നില്ല അപ്പോഴും കേട്ടോ. ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഒരു മെയിൻ സിറ്റുവേഷൻ എന്താ അറിയോ, ഇവർ എന്തെങ്കിലും ഒരു കോർട്ട് കേസിന് പോയാൽ, ജഡ്ജ്മെൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണേ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ തേർഡ് പാർട്ടീനെ ഇവർ സെറ്റിൽ ചെയ്യണം അല്ലേ. സെറ്റിൽ ചെയ്യുന്നവിടെ ഇതൊരു സ്പൗസ് ആണെങ്കിൽ, ഇതൊരു കോർട്ട് കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവർക്ക് ഒരു എമൗണ്ട് ഇവർ സെറ്റിൽമെൻറ്റായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി പാരൻസ് ഇവരെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഇവരുടെ പ്രയോറിറ്റി ആണ്, മനസ്സിലായില്ലേ. അങ്ങനത്തെ ചില തടസ്സങ്ങളാണ് ഇവരെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിൽ നിന്ന് തടുക്കുന്നത്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കിയതാണ് കേട്ടോ. ഒരേ ഒരു കാർഡോടെ എടുക്കാം. ഗിവ് മീ ജസ്റ്റ് വൺ മോർ കാർഡ് ഡിവൈൻ. വിൽ ദെയർ ബി എനി ആക്ഷൻ ഫ്രം ദിസ് സൈഡ്? ടവറാണ്. ഒരു ആക്ഷനും ഉണ്ടാവില്ല. ഇവർ ഈ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ. കാണുന്ന കാര്യം എനിക്കതുപോലെ പറയാതെ പറ്റില്ല. എനിക്ക് കയ്യിൽ വന്ന കാർഡ് ടവറാണ്. അപ്പോൾ അത് ഡിസ്കാർഡ് ചെയ്ത് വേറൊരു കാർഡ് എടുക്കാൻ എനിക്ക് സാധിക്കില്ല കേട്ടോ. ഈ ഗ്രൂപ്പുകാരുടെ അവർക്ക് മനസ്സിൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവർ ഈ സിറ്റുവേഷൻസിൽ പെട്ട് കിടക്കുകയാണ്. ഓക്കെ, ഐ എം സോറി ടു സേ ദിസ്. അപ്പോൾ അങ്ങനെ അതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് ഗ്രൂപ്പുകാരുടെ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഇവരുടെ സൈഡിൽ നിന്നുള്ള ആക്ഷൻ. ഓക്കെ, അപ്പോൾ എന്ത് വന്നാലും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഇത് ഇന്ന് എനർജി കണക്റ്റായ ആൾക്കാരുടെ എനർജിയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാം നല്ലതായി തന്നെ കലാശിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, ബൈ.